ലോകമെങ്ങുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ആത്മത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമായ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ദിനമാണ് ബലിപ്പെരുന്നാൾ. അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ഇബ്രാഹിം നബി തന്റെ മകനെ ബലി നൽകാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. ഈ സംഭവത്തിന്റെ ഓർമ്മ പുതുക്കലുമായി ബന്ധപ്പെട്ടതാണ് പെരുന്നാളിന് ബലിപ്പെരുന്നാൾ എന്ന പേര് വന്നത്. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഈ പെരുന്നാൾ. ബൈത്തുനൂർ ജുമാ മസ്ജിദ് പാമ്പനാറിലും ബലിപ്പെരുന്നാൾ കർമ്മങ്ങൾ നടന്നു. ബലിപ്പെരുന്നാൾ നമസ്കാരം രാവിലെ 8 മണിക്ക് തന്നെ ആരംഭിച്ചു. പള്ളി ഇമാം മുഹമ്മദ് അജ്മൽ വഹാഫയുടെ കാർമ്മികത്വത്തിലാണ് പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ നടന്നത്. സഹോദര സമുദായ അംഗങ്ങൾക്ക് ഈ ജമാഅത്തിൻ്റെയും എൻ്റെയും വ്യക്തിപരമായ ബലിപ്പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ബലിപ്പെരുന്നാൾ എന്ന് പറയുമ്പോൾ വളരെ ശ്രേഷ്ഠമായ ഒരു ദിനമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും അതുപോലെ തന്നെ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയുടെയും സ്മരണകൾ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ ഉണർത്തിത്തരുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ബലിപ്പെരുന്നാൾ നൽകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ ഇവർ 3 പേരും സർവാധിപതിയായ അള്ളാഹുവിന് മുമ്പിൽ സർവസ്വം സമർപ്പിച്ച ചരിത്രത്തിന് തുല്യതയില്ലാത്ത ഒരു വലിയ ത്യാഗമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ബലിപ്പെരുന്നാൾ. തൻ്റെ പ്രിയപ്പെട്ടവന്, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മകനെ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറാവുകയും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി കൊടുത്ത ഉമ്മ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവ് ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ, ഇവർ 3 പേരുടെയും സന്ദേശം എന്ന് പറയുന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സന്ദേശം തന്നെയാണ്. മുണ്ടക്കയം, കൂട്ടിക്കൽ, പെരുവന്താനം, കാഞ്ഞിരപ്പള്ളി മേഖലകളിലും ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു.